എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു അച്ചപ്പം. ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഇതിനുള്ള അച്ച് മേടിച്ച് നമ്മളത് മയക്കി എടുക്കണം, അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നോൺ സ്റ്റിക്കിൻ്റെ അച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ അച്ച് ഒരു ദിവസം ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി അച്ചപ്പം ഉണ്ടാക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് എണ്ണ ചൂടാക്കി അതിലൊന്നിട്ട് വെച്ചിരുന്നാൽ മതി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്വാദിഷ്ടമായ അച്ചപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായി തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. 250 ml കപ്പിന് 1 കപ്പ് സാധാരണ പച്ചരി 5 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. ഇത് 1 കപ്പ് തേങ്ങാപ്പാൽ, ഒരു വലിയ മുറി തേങ്ങ മുഴുവൻ ചിരണ്ടി അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1-ാം പാല്. ഇത് സാമാന്യം കുറുകിയ പാല് തന്നെയാണ്. ഇത് മുഴുവനും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ചേർക്കാൻ. അതിൻ്റെ അളവ് ഞാൻ ഇത് ചേർത്ത് കഴിയുമ്പം പറയാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കോഴിമുട്ട, 1 ടീസ്പൂൺ കറുത്ത എള്ള്, 3/4 ടീസ്പൂൺ സാധാരണ ജീരകം, അതായത് ചെറിയ ജീരകം, ഉപ്പ്, വറക്കാൻ ആവശ്യമുള്ള എണ്ണ. Cook with Sophie, sharing 40 years experience. ഇനി ഈ അരിയും തേങ്ങാപ്പാലും മുട്ടയും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അരി ആദ്യം ഇട്ട് കൊടുക്കാം. ഈ അരി 1 കപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നിച്ചരയ്ക്കാം. തേങ്ങാപ്പാലിൽ തന്നെ അരയ്ക്കണം, വേറെ വെള്ളം ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കരുത്. മുട്ട പൊട്ടിച്ചൊഴിക്കാം. പഞ്ചസാര ഞാൻ 5 ടേബിൾ സ്പൂൺ അളന്ന് വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇത് തേങ്ങാപ്പാൽ നമുക്കൊന്ന് അളന്നൊഴിക്കാം. ഒരു 3/4 കപ്പിന് താഴെ ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഒത്തിരി ലൂസാക്കി അരയ്ക്കരുത്. ബാക്കി തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യത്തിന് അരച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് ചേർക്കാം. ഇതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ബാക്കി നമുക്ക് ഇത് അരച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അധികം ഉപ്പാകരുത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരച്ചത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. ഇത് ദോശമാവിൻ്റെ അയവിൽ ഇരുന്നാൽ മതി, അതിൽ കൂടുതലായി വാകരുത്. ഒരല്പം കൂടെ തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്കതിലേക്ക് കറുത്ത എള്ള് ചേർക്കാം, ജീരകം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മധുരവും ഉപ്പും നോക്കണം. ഉപ്പും മധുരവും എനിക്ക് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ലൂസായി, അതായത് ദോശമാവിൻ്റെ അയവിലുള്ള ലൂസുണ്ട്. ഇനി അതിൻ്റെ അകത്തോടെ തേങ്ങാപ്പാൽ ഞാൻ ചേർക്കുന്നില്ല. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അതിൽ നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്താൽ മതി. അതായത് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളതായി. എല്ലാ പച്ചരിക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മൾ ഈ മാവ് മൂടി വെച്ചിട്ട് 15 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാം.
ഞാൻ അച്ചപ്പം ചൂടാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇപ്പം നോൺ സ്റ്റിക്കും അല്ലാത്തതും കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ആദ്യമേ ഒന്ന് കഴുകി ശരിക്കും ഉണങ്ങി പിന്നെ ഇത് എണ്ണയിൽ മുക്കി വെച്ചേക്കണം. ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ അച്ചപ്പം ചൂടുന്നതിന് മുമ്പായിട്ട് ഈ അച്ച് നന്നായിട്ട് ഇതുപോലെ എണ്ണയിൽ മുങ്ങി നന്നായിട്ട് ചൂടായിരിക്കണം. ഇനി നോൺ സ്റ്റിക്ക് അല്ലാത്ത അച്ചും ഇപ്പം വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് കഴുകി ഉണങ്ങിയതിന് ശേഷം അച്ചപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ എണ്ണ ചൂടാക്കി ഒരു ബൗളിലോ വല്ലോ എണ്ണം എടുത്തിട്ട് ഈ അച്ചും ഇതുപോലെ മുങ്ങത്തക്ക രീതിയിൽ ആ ബൗളിൽ ഒരു ദിവസം മുഴുവൻ ഇട്ട് വെച്ചേക്കണം. പിറ്റേ ദിവസം ഇതുപോലെ എണ്ണ ചൂടാക്കി അതിലിട്ട് വെച്ചിട്ട് വേണം ഈ മാവിൽ മുക്കിയെടുക്കാനായിട്ട്. ഇപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട്. അത് ഇതുപോലെ അച്ച് മുങ്ങിയിരിക്കണം എണ്ണയിൽ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെ അച്ച് മുക്കി വെച്ചേക്കണം. ഇപ്പം നമ്മുടെ അച്ച് നന്നായിട്ട് എണ്ണയിൽ ചൂടായിട്ടുണ്ട്. ഇനി ആ എണ്ണയൊന്ന് കുടഞ്ഞിട്ട് ഈ മാവിലേക്ക് നമുക്ക് ഈ അച്ച് മുക്കാനായിട്ട് ഇതിൻ്റെ 1/4 ഭാഗമേ ഇങ്ങനെ മുക്കാവുള്ളൂ. ഇതിനി ഈ ചൂടായ എണ്ണയിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഓരോന്നും 1/4 ഭാഗം അച്ചിൻ്റെ മുക്കാവുള്ള മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അല്പം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. ഇത് അച്ചിൽ നിന്ന് വിട്ട് അച്ചപ്പം എണ്ണയിലേക്ക് വീണുകൊള്ളും. ആദ്യമേ എണ്ണ നന്നായിട്ട് ചൂടാകണം. ഓരോന്നിട്ട് കഴിഞ്ഞും അച്ച് നന്നായിട്ട് ചൂടാക്കി ഇത് എണ്ണയിൽ തന്നെ വെച്ചേക്കണം ചൂടാകാൻ. ഇപ്പം ഈ അച്ചപ്പം മൂത്തിട്ടുണ്ട്. ഇത്രയും കളർ മതി. നമുക്കിത് മാറ്റാം. നമ്മുടെ ആദ്യത്തെ അച്ചപ്പം റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.